ലക്ഷദ്വീപ് ബ്ലോഗർ അഥവാ സാദിഖ്. ഹലോ ലക്ഷദ്വീപ് ബ്ലോഗറാണ്. ഹലോ ലക്ഷദ്വീപ് ബ്ലോഗറാണ്. ഹലോ ലക്ഷദ്വീപ് ബ്ലോഗറാണ്. ഹലോ ലക്ഷദ്വീപ് ബ്ലോഗറാണ്. നമ്മളെ തേടി നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. കാരണം കുറേ കാലമായിട്ട് ഞങ്ങൾ പരിചയമുണ്ട്, പക്ഷേ കണ്ടിട്ടില്ല. അതാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അല്ലേ. പലപ്പോഴും ഇദ്ദേഹം ലക്ഷദ്വീപിൽ നിന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തിലെത്തുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ മുമ്പിലുണ്ടാവില്ല. ഇദ്ദേഹത്തെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരു ആരാധകൻ കൂടിയാണ് ഞാൻ. സാദിഖിൻ്റെ വീഡിയോ നമുക്കറിയാം. ലക്ഷദ്വീപിൽ നടക്കുന്ന ആ പഴയ ഭക്ഷണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പഴയ കഥകൾ, പഴയ കല അല്ലെങ്കിൽ പഴയ അവിടുത്തെ ആചാരങ്ങൾ, ഇതൊക്കെ തനിമയോടെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളെ നാട്ടിലേക്ക് അല്ലെങ്കിൽ ലോകത്ത് എല്ലായിടത്തേക്കും എത്തിക്കുന്ന ആ ഒരു വ്ളോഗർ. ശരിക്കും ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. കാരണം ഒന്നുമല്ല, ലക്ഷദ്വീപ് എന്നാൽ ഒരു സ്നേഹത്തിൻ്റെ സാഗരമാണ്. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ സ്നേഹം എന്താണെന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി എന്താണെന്ന് ലോകത്ത് ആരോട് പറയുമ്പോഴും അത് ലക്ഷദ്വീപിനെ കണ്ടുപിടിക്കണം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്ത് പറയാനാ, ഇപ്പൊ ഞാനിനി ഇതിൽ കൂടുതൽ എന്ത് പറയാനാ, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. കാരണം എനിക്കിതുപോലെ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഷംസുക്ക് മെസ്സേജ് അയച്ചു എന്നുള്ള രീതിയിൽ ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ പറഞ്ഞ പോലെ കുറേ നാളായിട്ടുള്ള ബന്ധമാണ്. കാണണമെന്ന് ആഗ്രഹിച്ച് അവസാനം അല്ലേ പറഞ്ഞ പോലെ അവിടെ എവിടെ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എന്തോ വന്ന് കണ്ടു, ഒരുപാട് സന്തോഷം. ഷംസുക്കയുടെ ഒരു അതിഥിയായി ഇവിടെ വന്ന് എന്താ പറയാ, ഇപ്പൊ അഡ്രസ്സിൽ വന്ന് ഞാൻ ചോദിക്കായിരുന്നു എവിടെ. അപ്പൊ പഠിച്ചത് നമ്മുടെ നാട്ടിലാണ്. ശരിക്കും ഫറൂഖ് കോളേജിൽ BEd ഒക്കെ കഴിഞ്ഞാൽ ഫറൂഖ് കോളേജ് എന്നിട്ട് ഇപ്പൊ ജോലി ഇപ്പൊ സ്കൂളിൽ വർക്ക് ഗവൺമെന്റ് സ്കൂൾ. ഗവൺമെന്റ് ഒരു അധ്യാപകനാണ്. ശരിക്കും നമ്മള് സ്റ്റോറീസിലും റീൽസിലൂടെ കാണുമ്പോൾ ഒരു അധ്യാപകനപ്പുറം നല്ലൊരു മോട്ടിവേറ്ററും അതിലപ്പുറം നമ്മളെ ഒരു രാജ്യത്തെ ആ സംസ്കാരത്തെ ആ പൈതൃകത്തൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഞാൻ കൂടുതൽ ഇടപെട്ടത്. ഇപ്പോഴാണ് അദ്ദേഹത്തെ ജോലിയായിരുന്നു. ഞാൻ ഇപ്പം ഒന്ന് പറയുന്നത്, കാരണം ലക്ഷദ്വീപിൽ ഒരുപാട് നമ്മളെ ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് നെല്ലറയായാലും അഡ്രസ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കറിയാം. ഏകദേശം എത്ര ദ്വീപുകളുണ്ട്? 36 ദ്വീപുകളുണ്ട്. അതിൽ ഏകദേശം എത്ര ജനങ്ങളുണ്ടാവും? അതില് 10-60,000 ഉണ്ട്. 70,000 അടുത്ത് പോപ്പുലേഷൻ. 70,000 പോപ്പുലേഷനിൽ 70,000 പോപ്പുലേഷൻ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആളുകളും നമ്മൾ സോഷ്യൽ മീഡിയ കാണും. ഒരു 50-60% സോഷ്യൽ മീഡിയ കാണുന്നത്. ആ 60%-ൽ 99% ആളുകളും കാണുന്ന ഒരാളാണ് നമ്മൾ ഈ ലക്ഷദ്വീപ് ബ്ലോഗർ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ലക്ഷദ്വീപിലെ ഈ നിങ്ങളുടെ പ്രത്യേകിച്ച് ലക്ഷദ്വീപ് നിവാസികളോട് എനിക്ക് പറയാനുള്ളത്, അഡ്രസ്സിന് ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാൻ ശരിക്കും ഇപ്പോൾ സാദിഖായിട്ട് സംസാരിക്കുമ്പോൾ പറയായിരുന്നു, ലക്ഷദ്വീപിൽ നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ട്. അപ്പോൾ അഡ്രസ്സ് ഇഷ്ടപ്പെടുന്ന, നെല്ലറ ഇഷ്ടപ്പെടുന്ന അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും സാദിഖുമായിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അഡ്രസ്സിൻ്റെ ഷർട്ടും പാൻറ്റും അതുപോലെ ടീഷർട്ടും ഇതൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. നെല്ലയുടെ ആണെങ്കിൽ സ്പൈസസ് ഒക്കെ ആയിട്ട് ഇതൊക്കെ നമ്മളെ ലക്ഷദ്വീപിൽ എല്ലാ ദ്വീപിലേക്കും എത്തിക്കണം. അത് നമുക്കൊരു പ്ലാൻ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചുള്ള ഒരു പ്ലാന് പതിയെ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. കാരണം അഡ്രസ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അഡ്രസ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നെല്ലറ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് നെല്ലറ എത്തിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ നല്ലൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതുമായി സഹകരിക്കാൻ തയ്യാറുള്ള ആർക്കും നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കാം. അഡ്രസ്സിന് ദ്വീപിലൊരു അഡ്രസ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾക്ക് അഡ്രസ്സിനെ കുറിച്ച് മുമ്പ് അറിയായിരുന്നോ? അഡ്രസ്സിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇർഫാൻ പത്താൻ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള മീൻസ് ഇനാഗുറേഷന്റെ വീഡിയോസും ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പല എറണാകുളത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പെരുമ്പാവൂരിലൊരു ഷോറൂം ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഏകദേശം നമുക്ക് 55 ഔട്ട്ലെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ലോകത്ത് 5-8 രാജ്യങ്ങളിൽ അഡ്രസ് ഉണ്ട്. അപ്പോൾ നെല്ലറ ആയാലും അത് 20ഓളം രാജ്യത്ത് ലോകത്തുണ്ട്. പക്ഷെ ലക്ഷദ്വീപിൽ എത്തിയിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും ലക്ഷദ്വീപ്, അതായത് നമ്മളെ നാട്ടുകാർക്ക് വേണ്ടി അഡ്രസ്സ് നമ്മളെ നാട്ടിലേക്ക് എത്തും. അഡ്രസ് സംഭവം പറഞ്ഞാല് അടിപൊളി കളക്ഷനാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇത് ഞങ്ങളെ നാട്ടിൽ കിട്ടുക. പറഞ്ഞത് അതായത് ഞങ്ങളുടെ നാട്ടിൽ കിട്ടുമെന്ന് ഭാഷ നാട്ടിൽ ഇൻഷാല്ലാ ഉടൻ വരും. ഇൻഷാല്ലാ അല്ലെ, കാത്തിരിക്കുക നമ്മളെ നാട്ടും കിട്ടും.